ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ചർച്ച എല്ലാവരും വളരെ ആകാംക്ഷയുടെ ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നല്ലോ. ഹൈക്കമാൻഡിന്റെ മുന്നിൽ 3 നേതാക്കളും എത്തി, KPCC പ്രസിഡന്റും എത്തി. AICC പ്രസിഡന്റുമായുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒക്കെ ഒരു കൂടിക്കാഴ്ച. അതിലായി നിരീക്ഷകരും പങ്കെടുത്തു. കേരളത്തിന്റെ ചുമതലയിലുള്ള AICC സെക്രട്ടറിയും പങ്കെടുത്തു. ഇങ്ങനെ ഒരു കൂട്ടായ ചർച്ചയാണ് ആദ്യം നടന്നത്. ഈ ചർച്ചയിൽ ഇവർ കൂട്ടായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതിനുശേഷം ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരെ കാണുകയും അവർ സഗൗരവം അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആവണം എന്ന കാര്യം അവർ AICCക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നൊക്കെയാണ് ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെ ആവാനും തന്നെയാണ് സാധ്യത. കാരണം അതാണല്ലോ അതിന്റെ പ്രൊസീജിയർ. ഇപ്പോൾ 3 നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായിട്ടുള്ളത് 3 നേതാക്കളും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഒരു വിട്ടുവീഴ്ചക്കും 3 ആളും തയ്യാറല്ല. 3 ആളും മുഖ്യമന്ത്രിയിൽ കുറഞ്ഞ് യാതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. മുഖ്യമന്ത്രി ആവണം എന്ന് തന്നെയാണ് 3 നേതാക്കളുടെയും അഭിപ്രായം. ഇനി ഹൈക്കമാൻഡിന് ഇതിനൊരു ഫോർമുല, ഒരു ഉപാധി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം 3 ആളും വളരെ മോശക്കാരല്ല, എല്ലാവരും നല്ല ഉയർന്ന നേതാക്കളാണ്. ആരെയും പിണക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് നല്ല ഒരു ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട്. ആ ഫോർമുല കണ്ടെത്തുവാൻ സമയം ദീർഘിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഈ തന്ത്രം. കാരണം പെട്ടെന്നൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം അതിൽ അതിരുകടക്കും. ആ ആവേശം അതിരുകടക്കുന്നതിന്റെ ആദ്യപടിയായിട്ടാണ് ഇപ്പോൾ ഈ നേതാക്കളെ കൊണ്ട് തന്നെ അണികളോട് പറയിച്ചിട്ടുള്ളത്. ഫ്ലെക്സുകൾ, പ്രകടനങ്ങൾ, ഇതൊക്കെ ഹൈക്കമാൻഡ് ശക്തിയായി എതിർത്തിട്ടുണ്ട്. അതൊന്നും നടത്താൻ പാടില്ല. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരും ഫ്ലെക്സുകളോ പ്രകടനങ്ങളോ നടത്തരുത് എന്ന് ഈ നേതാക്കളെ കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് പറയിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ഫസ്റ്റ് തന്ത്രം വിജയിച്ചു. പല സ്ഥലങ്ങളിലും ഫ്ലെക്സുകൾ എടുത്തു മാറ്റി. ഇനി പ്രകടനങ്ങൾ ഉണ്ടാവുകയില്ല. ഇനി ഇപ്പോൾ ഡൽഹിയിലുള്ള ചെന്നിത്തലയും VD സതീശനും ഒക്കെ ഇന്നോ നാളെയോ ഒക്കെയായി തിരിച്ചു പോരും. KPCC പ്രസിഡന്റ് ചിലപ്പോൾ തുടരാനും അല്ലെങ്കിൽ തിരിച്ചു പോരാനും ഒക്കെ സാധ്യതയുണ്ട്. അതെന്തായാലും അവിടെ തിരിച്ചു പോരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇനി ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കമാൻഡ് ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതുവരെ ഇതിന് സാവകാശമാണ്. ഈ സാവകാശം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും. അപ്പൊ ആ പൊട്ടിത്തെറി ഒഴിവാക്കുന്നതിന് വേണ്ടി 3-ൽ ഒരാളെയാണല്ലോ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കുകയുള്ളൂ. 3 പേര് മുഖ്യമന്ത്രിയാക്കുക സാധ്യമല്ലല്ലോ. അപ്പൊ 3-ൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കുക, 2 ആൾക്ക് ഹൈക്കമാൻഡ് കൊടുക്കുന്ന ഫോർമുല അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരിൽ നിന്ന് പൊട്ടിത്തെറി പ്രതീക്ഷിക്കും. തീർച്ചയായും 3 ആളും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. മുഖ്യമന്ത്രിയിൽ കുറഞ്ഞ ഒന്നും ഈ 3 പേരും ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. അപ്പൊ ഈ ആവേശം, അതിന്റെ ഗൗരവം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. സമയം ദീർഘിപ്പിച്ച് ഇതിന്റെ ഗൗരവം കുറച്ചു കൊണ്ടുവരിക. അണികളിൽ നിന്ന് ഒക്കെ പ്രഖ്യാപനം നീളുന്നു എന്ന ആ ഒരു ഇതിലെത്തി ആവേശം കുറച്ചു കൊണ്ടുവന്ന് സമാധാനത്തിൽ ഒരാളെ പ്രഖ്യാപിക്കുക, ബാക്കി 2 ആളെ അക്കോമഡേറ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും രൂപത്തിൽ. ഇതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സമയം ദീർഘിപ്പിച്ച് തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനിടയിൽ ഹൈക്കമാൻഡ് ഈ ഒരാളെ ഏതായാലും ഇപ്പോൾ തന്നെ കണ്ടെത്തിയിരിക്കും. അത് പ്രഖ്യാപനം മാത്രമാണ് നീളുന്നത്. ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഒരു തീരുമാനം ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി ഒരു തീരുമാനം ഉണ്ടാവും. ഇന്ന ആള് തന്നെ ആയിരിക്കണം എന്ന്. ഇനി അതോ ആദ്യം എടുത്ത തീരുമാനം നടപ്പാക്കുമോ എന്നും അറിയില്ല. ഏതായാലും ആ തീരുമാനം ഒറ്റയടിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയില്ല, കോൺഗ്രസ് പ്രവർത്തകരിലേക്ക് എത്തിക്കുകയില്ല, കാരണം നേതാക്കളിലേക്ക് എത്തിക്കുകയില്ല. കാരണം 3 നേതാക്കളിൽ ഒരാളാണ് മുഖ്യമന്ത്രിയായ, 2 ആളിലേക്ക് ആ തീരുമാനം സമാധാനത്തിൽ എത്തിച്ച് അതുമായി പൊരുത്തപ്പെടുവാൻ പ്രവർത്തകരെയും ആ 2 നേതാക്കളെയും സജ്ജരാക്കുക എന്നതാണ് ഹൈക്കമാൻഡ് ഈ സമയം നീട്ടിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഏതായാലും ഇന്നോ നാളെയോ തീരുമാനം വരും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ആ ഒരാഴ്ചക്ക് ശേഷമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും ഘടകകക്ഷികളുമായൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അവരോടും സംസാരിച്ച് അതിലും ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കുക. അപ്പോൾ അതിന് ഏതായാലും ഈ സമയം ദീർഘിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹൈക്കമാൻഡ് കൊണ്ടുവരുന്ന തീരുമാനം ജനങ്ങളിലും നേതാക്കന്മാരിലും ഒക്കെ സമാധാനത്തോടു കൂടി അതുമായി പൊരുത്തപ്പെടുവാൻ സജ്ജരാക്കുക എന്നത് തന്നെയാണ്. അതാണ് ഹൈക്കമാൻഡിന്റെ തന്ത്രം. കാരണം ഈ 3 നേതാക്കളും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്ത അവസ്ഥയിൽ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി. കാരണം ഹൈക്കമാൻഡ് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആരും ആ ഫോർമുലയ്ക്ക് 2 നേതാക്കൾ അംഗീകാരം കൊടുത്തില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള വഴി ഇത് സമാധാനത്തിൽ ഇവരെ അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമാധാനത്തിൽ അംഗീകരിക്കണമെങ്കിൽ സമയം ദീർഘിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതായാലും ഒരാഴ്ചക്ക് ശേഷം മാത്രമേ, ഒരാഴ്ചക്കുള്ളിലോ മാത്രമേ ഒരു ഹൈക്കമാൻഡിന്റെ തീരുമാനം എല്ലാവരും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ തന്നെ ആ തീരുമാനം ഉണ്ടാവുകയുമുള്ളൂ. അത് സമാധാനത്തിൽ പ്രവർത്തകരെയും നേതാക്കളെയും മനസ്സിലേക്ക് അത് എത്തിപ്പെടുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഒഴിവാക്കുക എന്നതാണ്. ഏതായാലും 3-ൽ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ബാക്കി 2 പേർ ചിലപ്പോൾ കുറച്ച് ഗൗരവത്തിലൊക്കെ പ്രതികരിച്ച് എന്ന് വരും. ഒരു ചെറിയ പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയം ദീർഘിപ്പിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറി ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സമയം ദീർഘിപ്പിക്കുക എന്ന ഈ പുതിയ തന്ത്രം. ഈ തന്ത്രം ഹൈക്കമാൻഡ് പയറ്റിയിരിക്കുന്നത്. ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. അതിന്റെ ഒന്നാം ഘട്ടമായി തന്നെയാണ് ഫ്ലക്സും പ്രകടനങ്ങളും ഒക്കെ വേണ്ട എന്ന് നേതാക്കളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഫ്ലക്സുകളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒന്നാമത്തെ തന്ത്രം വിജയിച്ചു. ഇനി രണ്ടാമത്തെ തന്ത്രം എന്ന് കഴിഞ്ഞാൽ ഘടകകക്ഷികളുമായും ഒക്കെ സംസാരിക്കുന്നതിനൊക്കെ വേണ്ടി കുറെ സമയം ദീർഘിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമയം ദീർഘിപ്പിക്കുന്നതിലൂടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഹൈക്കമാൻഡിൽ തീരുമാനം എടുക്കുന്നതിലേക്ക് പ്രവർത്തകരും നേതാക്കളും ഒക്കെ അങ്ങോട്ട് എത്തപ്പെടും മനസ്സുകൊണ്ട്. അങ്ങനെ അവസാന സമാധാനത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കും. ആ തീരുമാനത്തിൽ പ്രവർത്തകരും ഘടകകക്ഷികളും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ ഘടകകക്ഷികളും ഒക്കെ ആ തീരുമാനത്തോട് യോജിക്കും. അത് തന്നെയാണ് ഈ സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് ഈ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്ന തന്ത്രം. ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ അതിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ ഘട്ടം ഘട്ടമായി അത് നടപ്പാവും. അപ്പോൾ ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ മാത്രമേ ഒരു തീരുമാനം എല്ലാവരും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിനുള്ളിൽ ഒരു തീരുമാനം വരാനും ആ തീരുമാനം ജനങ്ങളിലേക്ക് സമാധാനം എത്തിക്കുവാനും ആ തീരുമാനവുമായി നേതാക്കളൊക്കെ പൊരുത്തപ്പെടാനും ഉള്ള ഒരു സമയമാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒന്നാം ഘട്ടമായാണ് ഫ്ലക്സുകളൊക്കെ റിമൂവ് ചെയ്തതും പ്രകടനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതും ഒക്കെ നേതാക്കളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതും ഒക്കെ. ഇനിയിപ്പോ ഡൽഹിയിൽ തുടരുന്ന നേതാക്കളൊക്കെ ഇന്നും നാളെയുമായി ഒക്കെ തിരിച്ചു പോരും. സമാധാനത്തിൽ തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ ആയി ഉണ്ടാവും. അതിനുശേഷമാണ് ഈ തീരുമാനം വരിക. ചെറിയ പൊട്ടിത്തെറികളൊക്കെ ചിലപ്പോൾ തീരുമാനം വന്നാൽ പ്രതീക്ഷിക്കാം. എങ്കിലും വലിയൊരു പ്രത്യാഘാതങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം നീട്ടി വെക്കുക എന്നുള്ള ഹൈക്കമാൻഡിന്റെ തന്ത്രം. അപ്പൊ ഏതായാലും ഹൈക്കമാൻഡിന്റെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. അത് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കണേ. അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാം. നന്ദി, നമസ്കാരം.